Hello students, welcome to X&Y Olympiads. Indian Olympiad Qualifiers in Mathematics. IOQM 2026-ന്റെ ഓൺലൈൻ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ IOQM-ന്റെ സെൻറ്റർ രജിസ്ട്രേഷൻസും സെൻറ്റർ ത്രൂ ഉള്ള സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻസും ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുന്നേ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഇൻഡിവിജ്വലി നമുക്ക് എങ്ങനെ സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യാമെന്നുള്ള പോർട്ടലാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് IOQM 2026 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, IOQM 2026 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്പണായി വരുന്ന ഈ ഒരു വെബ്സൈറ്റ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. നമുക്കറിയാം MTA ആണ്, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഇന്ത്യയിൽ IOQM കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്നുള്ളത്. സോ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ mta.org.in എന്ന വെബ്സൈറ്റിൽ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ്സിൽ കാണാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോർ IOQM 2026 ഈസ് ഓക്കെ. ഈ ഒരു വെബ്സൈറ്റാണ് നമ്മുടെ രജിസ്ട്രേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ്. ഇതിൽ ഓൾറെഡി സെൻറ്റർ രജിസ്ട്രേഷൻസും സെൻറ്റർ ആക്ടിവേഷനും സെൻറ്റർ ലോഗിൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും അവസാനമായിട്ട് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളൊരു പോർട്ടലാണ് ഓൺലൈൻ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ്. അല്ലെങ്കിൽ നമുക്കെങ്ങനെ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഇൻഡിവിജ്വലി രജിസ്റ്റർ ചെയ്യേണ്ടത്, IOQM രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ സ്റ്റുഡൻറ്റിനെ ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമായിട്ട് എൻറോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷനാണ് എൻറോൾ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം എൻറോൾ ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ആദ്യമായിട്ട് എൻറോൾ ചെയ്യുമ്പോൾ എൻറോൾ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. നെയിം ഓഫ് ദ സ്റ്റുഡൻസ് ആസ് പെർ സ്കൂൾ റെക്കോർഡ്സ് X&Y എന്ന് ആണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ബോൺ ബിറ്റ്വീൻ August 1, 2027 ആൻഡ് July 31, 2014 ആർ studying in 8, 9, 10, 11 or 12 are eligible to write IOQM 2026. Please note, no students born on or after August 1, 2014 will be allowed to IOQM 2026. അതായത് August 1 2024 August 1 ശേഷം ജനിച്ച സ്റ്റുഡൻസിന് IOQM എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ 2007 August 1 മുന്നേ ജനിച്ച സ്റ്റുഡൻസിനും IOQM എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ഒരു ക്രൈറ്റീരിയയോടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്രൈറ്റീരിയ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസ് 8 മുതൽ 12 ക്ലാസ്സിൽ വരെ ഉള്ള ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം അവർ പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ഡേറ്റ് ഓഫ് ബർത്ത് 2024 ജൂലൈ 1 കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ സ്കൂൾ റെക്കോർഡ്സിലുള്ള നിങ്ങളുടെ പേരുമാണ് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും ത്രൂ ഔട്ട് IOQM RMO പോലുള്ള ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ എക്സാംസിൻ്റെയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലും നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലൊക്കെ വരുന്ന പേര്. സോ എന്ത് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ അടുത്ത് ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫോൺ നമ്പർ, വർക്കിംഗ് ആയിട്ടുള്ള ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത് ആയിട്ട് കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ പലർക്കും വർക്കിംഗ് ആയിട്ടില്ലാത്ത ഇമെയിൽസ് ഉണ്ടാവും. സോ ഇമെയിൽ വരുമ്പോൾ ഈ ഫോൺ നമ്പർ ആയാലും ഇമെയിൽ ID കൊടുത്താലും ഇതിലൊരു സെക്കൻഡ് 2 സ്റ്റേജ് വെരിഫിക്കേഷൻസ് ഉണ്ടാവും. സോ ഇത് വെരിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവുക. സോ ഫോൺ നമ്പറും ഇമെയിലും വർക്കിംഗ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ മെസ്സേജസ് അല്ലെങ്കിൽ മെയിൽസ് വരാൻ കഴിയുന്ന മെയിലാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ആൻഡ് ഈ 2 കാര്യങ്ങളും നോട്ട് ചെയ്ത് ഏത് നമ്പറാണ് ഏത് മെയിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർത്ത് വെക്കുകയും വേണം. ഓക്കെ, ഞാൻ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മെയിൽ ID ടൈപ്പ് ചെയ്യാണ്. നജാത്ത്
സോ ഞാൻ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇമെയിൽ ID ആണ് കൊടുക്കുന്നത്, najat@xnylearning.com. okay, najat@xnylearning.com. okay, and confirmation കൊടുക്കുകയാണ്, najat@xnylearning.com. ഓക്കെ, മാച്ച് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം കൺഫർമേഷൻ ഇമെയിൽ ID ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഇമെയിൽ IDസും ഫോൺ നമ്പേഴ്സും കൊടുക്കുമ്പോൾ അത് വർക്കിംഗ് ആണെന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. സോ ഫോൺ നമ്പറിലേക്കും ആൻഡ് കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലേക്കും OTPs വരുന്നതായിരിക്കും. സോ ഫോൺ നമ്പറിൽ OTP വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. അത് 320502. ഓക്കെ, ആൻഡ് ഇമെയിലിലേക്ക് (42795). സോ OTPs വന്നിട്ടുണ്ട്, OTP വെരിഫൈ ചെയ്യാം. ദെൻ OTP വന്നു കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് എങ്ങനെയാണ് IOQM പറ്റി നമ്മൾ ഇൻഫോം ചെയ്തത് എന്നുള്ള കാര്യം അറിയാം. ഹൗ ഡു യു ഫസ്റ്റ് കം ടു നോ അബൌട്ട് IOQM? സോ പ്രീവിയസ് പാർട്ടിസിപ്പേഷൻ ഒളിമ്പിയാഡ് നെറ്റ്വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ ഡു യു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ മാത്സ്? എങ്ങനെയാണ് മാത്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സം ബേസിക് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. പസിൽ ബുക്ക്, റീഡിങ് മാഗസിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ഇത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റ് ഫസ്റ്റ് പേജ് ഞാൻ ആദ്യത്തെ പേജിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻറോൾമെൻറ്റ് എന്നുള്ള പേജും സൈൻ ഇൻ എന്നുള്ള പേജും, അത് രണ്ടും 2 പേജായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, എൻറോൾമെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. എൻറോൾമെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വിചാരിക്കരുത്. ഒരു പ്രോസസ്സേഴ്സും കൂടി ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് IOQM എക്സാം എഴുതാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ എൻറോൾമെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ടാവും. യുവർ എൻറോൾമെൻറ്റ് നമ്പർ ഈസ് MTA26103128. ഇത് നിങ്ങളുടെ ഇമെയിലിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിലിലും ഈ നമ്പർ വന്നിട്ടുണ്ടാവും. ആൻഡ് മെസ്സേജ് ആയിട്ടും ഈ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വന്നിട്ടുണ്ടാവും. ഈ ഒരു നമ്പർ ഒരിക്കലും മിസ്സാവരുത്. ഇനി ഭാവിയിലേക്കുള്ള ഫ്യൂച്ചർ യൂസുള്ള കാര്യങ്ങൾ, ഫ്യൂച്ചറായിട്ട് വേണ്ടി വരുന്ന എല്ലാ RMO അടക്കം എല്ലാ എക്സാംസും ഈ ഒരു നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ വന്നിട്ടുള്ള മെയിൽ സ്റ്റാർ ചെയ്ത് വെക്കുക. ആൻഡ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഈ നമ്പർ എഴുതി വെക്കാം. സോ കോപ്പി ചെയ്യുന്നുണ്ട്. ഗോ ടു ലോഗിൻ. ഈ ഒരു സ്റ്റേജ് എന്നുള്ളത് നമ്മൾ എൻറോൾമെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലോഗിൻ പ്രോസസ്സാണ്. ലോഗിൻ പ്രോസസ്സിൽ എൻറോൾമെൻറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. MTA26103128 എന്നുള്ളതാണ് എൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ. ആൻഡ് ഞാൻ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 1, 2014 ആയിരുന്നു. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ്? ഞാൻ റാൻഡംലി ചൂസ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് കൊടുക്കുക ആൻഡ് ലോഗിൻ ചെയ്യുക. വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും. സ്റ്റുഡൻറ്റ് മസ്റ്റ് അപ്ലോഡ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ഇൻ JPG ഓർ PNG ഫോർമാറ്റ്. ആൻഡ് സൈസ് അവർ കൊടുത്തിട്ടുണ്ട് 10 KB മുതൽ 100 KB. ഇതിൻ്റെ സൈസിനുള്ളിലായിരിക്കണം. ആൻഡ് അപ്ലോഡ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ് ആസ് പ്രൂഫ് ഓഫ് സ്റ്റുഡൻസ് കറൻറ്റ് സ്കൂള് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂൾസ് ഏതാണെന്നുള്ളത് അതിനൊരു പ്രൂഫ് ആക്കിയിട്ട് സ്കൂൾ ID അല്ലെങ്കിൽ ഫ്രീ റെസിപ്റ്റ്, ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഏതാണോ നിങ്ങളെടുത്തുള്ളത് അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സ്കൂൾ ID ഇല്ലെങ്കിൽ ഫ്രീ റെസിപ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ റെസിപ്റ്റ് കാർഡ്
സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്കിതിൽ അത് ഏതെങ്കിലും ഡാറ്റ മിസ്സിംഗ് ആണെങ്കിൽ നാളെ തന്നെ പോയിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, റെസിപ്റ്റോ അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡോ ചോദിച്ചിട്ട് അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആൻഡ് ഒരു പേഴ്സണൽ പ്രൂഫ് എന്നുള്ള രീതിക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നുള്ള നിലയ്ക്ക് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ആക്ച്വലി +2 വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഓൾറെഡി ലൈസൻസ് ഉണ്ടായിരിക്കില്ല, അതെന്താ കൊടുത്തതെന്ന് അറിയില്ല. ആൻഡ് ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഇതിലേതെങ്കിലും ഒന്ന്. ഡ്രൈവിംഗ് ലൈസൻസ് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ സ്റ്റുഡൻസിനൊന്നും അപ്ലിക്കബിൾ ആയിരിക്കില്ല. ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഈ മൂന്നിലേതെങ്കിലും ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഫോട്ടോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. JPG, PNG, PDF അല്ല, JPG ഫോട്ടോ ആയിട്ടാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സൈസും പറഞ്ഞിട്ടുണ്ട് 50 KB മുതൽ 250 KB വരെ. ഈ ഒരു സൈസിലാണ് 2 പ്രൂഫും അപ്ലോഡ് ചെയ്യേണ്ടത്, സ്കൂൾ IDയും ആധാർ കാർഡും അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് താഴെ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് അബവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് വിൽ അപ്ലോഡ് ദ കറക്റ്റ് ആൻഡ് വാലിഡ് ഡോക്യുമെൻറ്റ്. ഇത് ടിക്ക് ചെയ്യുക ആൻഡ് പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ പേജ്. ഓക്കെ. സോ ഇതിലാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ നെയിം കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയിം ഓഫ് ദ സ്റ്റുഡൻസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ജെൻഡർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം ചൂസ് ചെയ്യാനുണ്ട്. മെയിലാണ്. നാഷണാലിറ്റി ഇന്ത്യൻ, OC, OTHES ഏതാണ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. നെയിം ഓഫ് യുവർ ഫാദർ, മദർ, ഗാർഡിയൻ ചോദിക്കുന്നുണ്ട്. സോ അയോഗ്യം എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മദറിൻ്റെ പേരാണ് അവിടെ കൊടുക്കുന്നത്. സോ ഒരു കാര്യം കൂടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മൾ ഏത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോഴൊന്ന് സെക്കൻഡായിട്ട് ഗസ് ചെയ്യുക. ഞാൻ കറക്റ്റായിട്ടുള്ള പേരാണ് കൊടുത്തത് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ആണ് കൊടുത്തത് എന്നുള്ളത് വീണ്ടും റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അടുത്ത സ്കൂളിൻ്റെ ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്. സ്കൂൾ ടൈപ്പാണ് ആദ്യം ചോദിക്കുന്നത്. JNV, KV ആൻഡ് OTHES. JNV, KVക്കാർക്ക് സെപ്പറേറ്റ് ആണ് അയോഗ്യമിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുള്ളത്. നമ്മൾ നോർമലായിട്ടുള്ള സ്റ്റേറ്റ് CBSE പഠിക്കുന്ന സ്റ്റുഡൻസ് OTHES ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ക്ലാസ് ചോദിക്കുന്നുണ്ട് 10th, 11th, 12th, 8th, 9th. ഒളിമ്പ്യാഡിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞത് ഈ എല്ലാ ക്ലാസ്സിനും 8 മുതൽ +2 വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നുള്ളതാണ്. ബട്ട് അവർ 12th പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി വേറെ ആയിരിക്കും. അവർ എഴുതുന്നത് അവരുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും അവർ അറ്റംപ്റ്റ് ചെയ്യുന്ന പേപ്പർ സെയിം ആയിരിക്കും. സോ ഞാൻ എൻ്റെ ഗ്രേഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. 10th കൊടുത്തിട്ടുണ്ട്. ബോർഡ് ചോദിച്ചിട്ടുണ്ട്. CBSE ആണോ, ICIC ആണോ, സ്റ്റേറ്റ് ആണോ, ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ CBSE ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ സ്കൂൾ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ. കേരള സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് ജില്ലയിലെ കൊല്ലമാണ് സെലക്ട് ചെയ്ത്. കോഴിക്കോട് ജില്ല സെലക്ട് ചെയ്യുന്നുണ്ട്. സോ സ്കൂളിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൻ്റെ നെയിം കൊടുത്തപ്പോൾ ഇവിടെ 3 സ്കൂളിൻ്റെ നെയിം മാത്രമേ വന്നിട്ടുള്ളൂ. അൽഫോൻസ, മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂള്, റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയം കാലിക്കറ്റ്. ഇങ്ങനെ 3 സെൻറ്റേഴ്സ് മാത്രമാണ് വന്നിട്ടുള്ളത്. സോ അതെന്തായിരിക്കും അങ്ങനെ? നമ്മുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇഫ് യുവർ സ്കൂൾ നെയിം ഈസ് നോട്ട് അബോവ് ഇൻ ദ ലിസ്റ്റ് ദെൻ ടിക്ക് ദ ചെക്ക് ബോക്സ് ആൻഡ് എൻ്റർ യുവർ സ്കൂൾ നെയിം. അതായത് സ്കൂളിൻ്റെ നെയിം വന്നിട്ടില്ലെങ്കിൽ ഈ ടിക്ക് ബോക്സ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫയൽ നെയിം, അതായത് നമ്മൾ സ്കൂളിൻ്റെ പേരില്ലാത്ത ഒരു സെലക്ഷൻ നമുക്ക് കൊടുക്കേണ്ടി വന്നില്ല. സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ അഡ്രസ്സ് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യാനാണ് ചോദിക്കുന്നത്. X&Y ലേണിംഗ് തന്നെയാണ് കൊടുക്കുന്നത്. X&Y ലേണിംഗ്. സ്കൂളിൻ്റെ പിൻകോഡ്, നിങ്ങളുടെ സ്കൂൾ ഏതാണോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരാണ് കൊടുക്കേണ്ടത്. സ്കൂളിൻ്റെ പിൻകോഡ്, സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ്, സ്കൂളിൻ്റെ സ്റ്റേറ്റ്, സ്കൂളിൻ്റെ സിറ്റി which will be കോഴിക്കോട് only, and region belongs to കേരള ലക്ഷദ്വീപ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു റീജിയനിലാണ് വരാറുള്ളത്. മീഡിയം ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി 2 മീഡിയത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. മലയാളം ഇല്ലാത്തതുകൊണ്ട് മലയാളികളെല്ലാവരും സ്വാഭാവികമായിട്ട് ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയം തന്നെ ആയിരിക്കും. ഓക്കെ. ആൻഡ് പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. എൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ് X&Y ലേണിംഗ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. ഫുൾ അഡ്രസ്സ്
പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി അടക്കം കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, അതായത് നിങ്ങളുടെ വീട്ടിൻ്റെ അഡ്രസ്സാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞു. ദെൻ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, വീട്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. സോ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ചെക്ക് ബോക്സ് വരുന്നുണ്ട്. ടിക്ക് ഈഫ് പെർമനൻറ്റ് ആറ്റ് കറണ്ട് അഡ്രസ് ആർ സെയിം. രണ്ടും സെയിം ആണെങ്കിൽ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് നമ്മൾ എന്താണോ ഫില്ല് ചെയ്തത് അത് ഇതേപോലെ കറണ്ട് അഡ്രസ്സിലും വരുന്നുണ്ടാവും. ഓക്കെ, പെർമനൻറ്റ് അഡ്രസ്സിൽ നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും കറണ്ട് അഡ്രസ്സിൽ ഈ ഒരു ടിക്ക് ബോക്സിൽ മാർക്ക് ചെയ്യുന്നത് കൂടി വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ ടിക്ക് ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്തിട്ട് മാനുവലി നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഫസ്റ്റ് കൊടുക്കേണ്ടത് പെർമനൻറ്റ് അഡ്രസ്സാണ്, ദെൻ കറണ്ട് അഡ്രസ്സ്. എൻ്റെ കേസിൽ രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ ടിക്ക് ബോക്സ് എടുക്കുന്നു. സോ നേരത്തെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഫോൺ നമ്പർ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ആൾട്ടർനേറ്റീവ് ഇമെയിൽ ഐ ഡിയും ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ പേഴ്സണൽ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അഫ്തർ സാറിൻ്റെ ഇമെയിൽ ഐ ഡിയാണ് കൊടുത്തത്. after@xanvailearning.com. ഓക്കെ, ഞാനങ്ങനെ എൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും മൊബൈൽ ഫോൺ നമ്പറും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇംഗ്ലീഷാണോ ഹിന്ദി? സ്വാഭാവികമായി പറഞ്ഞ് മലയാളം ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നെങ്കിൽ ഹിന്ദിയിലായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും. സോ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് എക്സാമിൻ്റെ ഫീ 300 rupees ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡാറ്റ മാത്രമാണ് എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക. വൺസ് എല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ വാലിഡേഷൻ എറർ, നമ്മൾ ചെയ്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ടാവും. സോ എന്തെങ്കിലും ഫീൽഡ് നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ സ്കൂളിൻ്റെ നെയിം ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൻ്റെ നെയിം വിച്ച് ഈസ് XanVai ലേണിംഗ് ആണ് സ്കൂളിൻ്റെ നെയിം. ഞാനൊരു പ്രാവശ്യം കൂടെ പറയുന്നു. ഇഫ് യുവർ സ്കൂൾ നെയിം ഈസ് നോട്ട് ഇൻ ദി അബോവ് ലിസ്റ്റ്, നേരത്തെ കൊടുത്ത നിങ്ങളുടെ സ്റ്റേറ്റും മേ ബി നിങ്ങളുടെ സ്കൂൾസ് ചിലപ്പോൾ സെൻട്രായിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാവും. സോ നിങ്ങളുടെ സ്കൂൾ അധികൃതരടുത്ത് ചോദിക്കുക, നമ്മുടെ സ്കൂൾ സെൻട്രായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക. വൺസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു സെൻറ്റർ സെലക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളെ സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ളത് അടുത്ത സ്റ്റേജിലായിരിക്കും. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം അവിടെ ഉണ്ടെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാനുവലി ഡീറ്റെയിൽസ് ഫീഡ് ചെയ്യണം. ഓക്കെ, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഡാറ്റ സേവ് ആവുന്നുണ്ട്. നോ താങ്ക്സ്. സോ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ അവർ തന്നിട്ടുണ്ട്. നെയിം ഓഫ് ദി സ്റ്റുഡൻസ് XanVai, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ജെൻഡർ, നാഷണാലിറ്റി, ഇതൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ, പ്രോപ്പറായിട്ടാണോ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. നെയിം ഓഫ് ഫാദർ, ഗാർഡിയൻ, സ്കൂൾ ടൈപ്പ് ഓതറാണ്, ക്ലാസ് 10th, ബോർഡ് CBSE ആണ് കൊടുത്തത്, കേരള, കോഴിക്കോട്, സ്കൂളിൻ്റെ നെയിം XanVai Learning, സ്കൂളിൻ്റെ അഡ്രസ്സ് XanVai Learning, സ്കൂളിൻ്റെ പിൻകോഡ്, സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ്, സ്കൂളിൻ്റെ സ്റ്റേറ്റ്, സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പെർമനൻറ്റ് അഡ്രസ്സ് അടക്കം എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു 3 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫോട്ടോ, രണ്ടാമത്തേത് സ്കൂളിൻ്റെ പ്രൂഫ്, മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു,
നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി പ്രൂഫ്, ഈ 3 കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുള്ള എത്ര സൈസാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സൈസിലുള്ള കാര്യങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെക്കണം. ഓക്കെ, ആൻഡ് എല്ലാ കാര്യങ്ങളും റെഡിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒന്നും മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ആൻഡ് 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്: ഫോട്ടോ, ID, ആധാർ അല്ലെങ്കിൽ അതർ പ്രൂഫ്. ഓക്കെ, ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഉറപ്പ് വരുത്തണേ. ഞാനൊരു റാൻഡം ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിവ്യൂവും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ വൺസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറിപ്പോയോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ നോക്കിയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ആൻഡ് സ്കൂൾ ഐഡിയും ഞാൻ സെയിം ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് സ്കൂൾ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. PDF അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ആൻഡ് ഈ ഒരു സൈസ് ഫോട്ടോ 10 to 100 KB, 2 പ്രൂഫും 50 to 250 KB ഈ ഒരു സൈസിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഈ ഒരു സൈസ് റെഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ പച്ച കളറിൽ വന്നിട്ടുണ്ട്. അപ്ലോഡഡ് എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ആൻഡ് കൺഫർമേഷൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഐ കൺഫേം ദാറ്റ് എൻറോൾമെൻറ്റ് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണെന്നുള്ളത് ജസ്റ്റ് വായിച്ച് നോക്കുക, ടിക്ക് ചെയ്യുക. അടുത്തത് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റിസീവ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസെൻറ്റും കൂടി ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. ആൻഡ് ഒരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഫുള്ള് കംപ്ലീറ്റ് കറക്റ്റ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള സ്റ്റേജാണ് അടുത്ത സ്റ്റേജിൽ. എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഒരു തവണ കൂടി ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു തവണ കൂടി ഇതിൻ്റെ എല്ലാം പ്രിവ്യൂ എടുത്തത് നോക്കാം. ഫോട്ടോ തന്നെയല്ല അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലത്ത് ഫോട്ടോ തന്നെയാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ളതും, സ്കൂൾ ID അപ്ലോഡ് ചെയ്യാനുള്ളിടത്ത് സ്കൂൾ ID തന്നെയാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ളതും, ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാനുള്ളിടത്ത് പാസ്പോർട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഒരു തവണ കൂടി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോവുക. ആൻഡ് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും കാണാം. നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയുടെ പിൻകോഡ് അല്ലെങ്കിൽ കോർഡിനേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്നുള്ളത്. നിങ്ങളുടെ പിൻകോഡ് നമ്മുടെ XY സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കോഡാണ് കൊടുക്കുന്നത്. ഓക്കെ, 673014 നമ്മുടെ ഓഫീസിൻ്റെ പിൻകോഡാണ് കൊടുത്തത്. അത് ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ എൻ്റെ റീജിയനിലുള്ള അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് നേരത്തെ കണ്ട പോലെ റീജിയണൽ സയൻസ് സെൻറ്റർ പ്ലാനറ്റോറിയം ആൻഡ് കാലിക്കറ്റ്, മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ കോഴിക്കോട് കാലിക്കറ്റ്, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 1 കാലിക്കറ്റ്. ഇങ്ങനെ 3 സെൻറ്റേഴ്സാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. എല്ലാത്തിനും എത്ര സീറ്റാണ് ഉള്ളത് എന്നുള്ളതും കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എത്രയെന്നുള്ളതും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആരും ഈ ഒരു സെൻറ്റർ ചൂസ് ചെയ്യാത്തതുകൊണ്ട് 50 സെൻറ്ററും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഈ മാപ്പിൽ നിങ്ങളുടെ ലൊക്കേഷനും അതായത് ഈ പച്ച കളറിലുണ്ടെങ്കിൽ ആ സെൻറ്റർ അവൈലബിൾ ആണെന്ന് കാണിക്കാം. ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എൻറോൾമെൻറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ മേ ബി ഈ ഒരു സെൻറ്ററൊക്കെ ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്റർ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. സോ ഏറ്റവും ബെറ്റർ ഏറ്റവും നേരത്തെ തന്നെ IOQM വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ള നമ്മളെ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാറുള്ള റീജിയണൽ സയൻസ് സെൻറ്ററാണ്, പ്ലാനറ്റോറിയമാണ് സെലക്ട് ചെയ്യുന്നത്. വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ടാവും. പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് എക്സാം സെൻറ്റർ കെയർഫുള്ളി as it cannot be changed after successful payment. Every effort will be made to allot the select exam center. However, IOQM committee reserve the right to allot examination center if necessary. അതായത് ഒരു 99% നമുക്ക് പറയാം നമ്മൾ സെലക്ട് ചെയ്ത സെൻറ്റേഴ്സ് മാത്രമായിരിക്കും നമുക്ക് കിട്ടാമെന്നുണ്ടാവുക. ചിലപ്പോൾ എന്തെങ്കിലും മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് മേ ബി നമുക്ക്
വേറൊരു സെൻറ്റർ ആയിരിക്കാം കിട്ടുന്നുണ്ടാവുക. എന്നാലും 99% നമ്മൾ ഏത് സെൻറ്റർ ആണോ സെലക്ട് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. പ്രൊവൈഡഡ് പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ആഫ്റ്റർ സക്സസ്ഫുൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സീറ്റ് ആ സെൻറ്ററിൽ ബുക്ക് ആയിട്ടുണ്ടാവുള്ളൂ. സോ ഞാൻ പ്ലാനറ്റോറിയം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് മലപ്പുറത്തുള്ള ഏതൊക്കെ സെൻറ്റേഴ്സാണ് അവൈലബിൾ ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 676-503 ഇതെൻ്റെ മലപ്പുറത്തുള്ളൊരു പിൻകോഡാണ്, എൻ്റെ ലോക്കൽ പിൻകോഡാണെന്ന് വിചാരിച്ചോളൂ. സോ മലപ്പുറം ജില്ലയിൽ ഇത്രയും സെൻറ്റേഴ്സ് 4 സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയ മലപ്പുറം, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ മലപ്പുറം, PTM ചേറൂർ. ഇങ്ങനെ 4 സെൻറ്റേഴ്സ് ഇവിടെ അതായത് മലപ്പുറം ജില്ലയിലും അവൈലബിൾ ആണ്. സോ ഞാൻ ജസ്റ്റ് പീസ് പബ്ലിക് സ്കൂൾ വിച്ച് ഈസ് വെരി നിയർ ടു മൈ ഹോം അതാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നേരത്തെ വന്ന പോലെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഈ സെൻറ്റർ തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വീണ്ടും വന്നിട്ടുണ്ട്. പ്ലീസ് കംപ്ലീറ്റ് ദ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെലക്ടിങ് യുവർ പ്രിഫേർഡ് എക്സാമിനേഷൻ സെൻറ്റർ, അതർവൈസ് യുവർ സെലക്റ്റഡ് എക്സാം സെൻറ്റർ മേ ബി റിലീസ്ഡ് ആൻഡ് യു മേ ബി റിക്വയർഡ് ടു സെലക്ട് അനദർ എക്സാം സെൻറ്റർ. അതായത് സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സെൻറ്ററിൽ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ അവർക്ക് ആ സെൻറ്റർ അലോക്കേറ്റ് ചെയ്യും. അത് ലേറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും. നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരുപാട് സീറ്റ്സ് എല്ലാ സെൻറ്റേഴ്സിലും വേക്കൻ്റ് ആയിരിക്കും. സോ ഉടനെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് വരെയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ വൺസ് ആ ഒരു സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് വീണ്ടും വരും. കാൻഡിഡേറ്റ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, 300 rupees ആൻഡ് സെലക്ട് ചെയ്തിട്ടുള്ള എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ആൻഡ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വൺസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ സെൻറ്റർ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ പേ നൗ എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് ഡെബിറ്റ് കാർഡാണോ ഏതാണോ നമുക്ക് പ്രിഫർ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും പെട്ടെന്ന് 300 rupees പ്ലസ് GST ഉണ്ടാവും, കൺവീനിയൻസ് ചാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് UPIക്ക് ഒരു 2 rupees കൺവീനിയൻസ് ചാർജ് ഉണ്ട്. കാർഡ്സിലാണെങ്കിലും നെറ്റ് ബാങ്കിങ്ങിലാണെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു കൺവീനിയൻസ് ചാർജ് ഉണ്ട്. കാർഡ്സിലാണെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ 300 rupees മാത്രം പേ ചെയ്താൽ മതിയാവും. ഈ ഒരു പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് IOKMന് നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ X&Y ഒളിമ്പ്യാഡ്സ് എന്നുള്ള ചാനൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം X&Y നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആയാലും നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വീഡിയോസ് എന്നുള്ള ഈ ഒരു സെഷനിൽ ഒരുപാട് വീഡിയോസ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒളിമ്പ്യാഡ് എക്സാംസുകൾക്ക് ലാസ്റ്റ് ഇയറിൽ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കോഴ്സസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം 0 to IOKM 2025 ലാസ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, IOKM 2025 കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പ്ലേലിസ്റ്റുകളും നമുക്കിവിടെ കാണാം. സോ നിങ്ങൾ ഇതുവരെ IOKMന് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി 2 മാസമുണ്ട്. പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി ടൈമൊക്കെ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 6 നടക്കുന്ന IOKM എക്സാമിന് നല്ലൊരു സ്കോർ തന്നെ കിട്ടാൻ പറ്റും. അടുത്ത സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ RMOയിലേക്ക് സെലക്ഷൻ കിട്ടാനും സാധിക്കും. സോ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ ഒളിമ്പ്യാഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ഈ ഒരു ചാനൽ ഇനിയും റിലീസ് ചെയ്യുന്നതാണ്. ഓരോ ദിവസവും ഓരോ പ്രോബ്ലം ചെയ്യണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് വരുമ്പോഴും അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.